ജയ്ക്ക് നമുക്ക് വേഗത്തിൽ അവസാനിക്കാം. ആ പൊളിറ്റിക്കൽ ബയോഡേറ്റ അവതരിപ്പിക്കുന്ന കോൺഗ്രസ് ഇപ്പോഴും പറയുന്നില്ല ഇതിലെ LOPയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ റോള് നിർവഹിക്കാത്തതിൻ്റെ എന്തുകൊണ്ട്, അത് തെറ്റല്ലേ, അദ്ദേഹം പറയുന്നില്ല. പക്ഷേ BJPയുമായി എവിടൊക്കെയോ മൃദുവായി നിങ്ങൾ സംസാരിക്കുന്നു എന്ന് ഇടയിൽ പറഞ്ഞു വെക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ജയ്ക്കിൻ്റെ കമൻറ്റ് എന്താണ്, മറുപടി എന്താണ് അതിന്? ഇല്ല, ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങ് പറഞ്ഞ പോലെ സമയം അവസാനിക്കുകയാണ്. പാർട്ടി കോൺഗ്രസിന് തൊട്ടു മുമ്പ് യഥാർത്ഥത്തിൽ കൊല്ലം പാർട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിൻ്റെ ഇത്തരം കാര്യങ്ങളോടൊരു പ്രതികരണം ഉണ്ടായിരുന്നു. മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് CPIM ഉയർത്തിപ്പിടിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്, അതിൻ്റെ അന്തസത്തയ്ക്ക് ആരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കേണ്ട വന്നാലും കോൺഗ്രസിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഞാൻ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അദ്ദേഹം ചോദ്യം ചെയ്തത് എന്തുകൊണ്ട് കേരളത്തിൽ കൈരളി പോലൊരു ചാനൽ മാത്രം ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലളിതമാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് മറുപടി. രാജ്യത്ത് വഖഫ് ഭേദഗതി സംഘപരിവാരം ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തെ ലക്ഷ്യം വെച്ചിട്ടല്ല, ഇന്ത്യൻ മതനിരപേക്ഷയുടെ കഴുത്തു തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കഴുത്തും ശിരസ്സും തകർക്കാൻ RSS ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു ഒരു ചാനൽ, ഒരു മാധ്യമം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ലളിതമാണ്. ഈ RSS എന്ന് കേട്ടപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് ഇല്ലാതെ പോയൊരു സാധനം കേരളത്തിൽ കൈരളിക്കുണ്ട്, നട്ടൽ എന്ന് പറയും. ആ നട്ടലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വഖഫ് സംബന്ധിച്ച് ഒരു പ്രശ്നം കൈരളി ചർച്ച ചെയ്യുന്നത്. കൈരളി മാത്രമല്ല, ഇന്ത്യൻ മതനിരപേക്ഷ ചേരി ഒന്നടങ്കം, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകരടക്കം മതനിരപേക്ഷവാദികൾ അപൂർവമെങ്കിലും അവരെല്ലാവരും ചർച്ച ചെയ്യും, വർഗീയതയെ ചോദ്യം ചെയ്യും. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ്, അപങ്കുര മനസ്യൂതം തുടരുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ടതില്ല.